പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി ഒന്ന് പോകണം. ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. ശ്രീജിത്ത് തരുന്ന ഒരു വാർത്ത, കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് സംസ്ഥാനത്ത് ഇന്നും കടലാക്രമണത്തിന് സാധ്യത എന്നാണ്. കേരള തീരത്ത് ഓറഞ്ച് അലർട്ട് തുടരുന്നു. ആലപ്പുഴയിൽ കടലാക്രമണത്തിൽ മണ്ണടിച്ചു കയറി ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ തീരദേശ റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നു. ശ്രീജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. ഒരു പ്രേക്ഷകൻ ഇപ്പോൾ ചോദിച്ചതേ ഉള്ളൂ, എന്താണ് ഈ കള്ളക്കടൽ പ്രതിഭാസം എന്ന് വിശദീകരിക്കാമോ എന്ന്. വിശദീകരിക്കുന്നതോടൊപ്പം നമ്മളെ ചിത്രങ്ങൾ തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. വളരെ രൂക്ഷമായ കടലാക്രമണമാണോ രാത്രി മുതൽ തുടരുന്നത്? ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ആലപ്പുഴയുടെ തീരത്ത് കടലാക്രമണം രൂക്ഷമായത്. ഈ വേലിയേറ്റമാണ് യഥാർത്ഥത്തിൽ ഈ കടലാക്രമണം ശക്തമാകാൻ കാരണം. ഇപ്പോൾ വേലിയേറ്റ സമയമാണ്. ഉച്ചയ്ക്ക് 12 മുതലാണ് ഈ വേലിയേറ്റം ശക്തിപ്പെടുന്നത്. ഈ വേലിയേറ്റ സമയത്ത് ശക്തമായ തിരയടിയിലാണ് തീരങ്ങൾ തകരുന്ന സ്ഥിതി ഉണ്ടാകുന്നത്. ഇത്തരം വേലിയേറ്റ സമയത്തുണ്ടാകുന്ന തിരയടിയും ആ ഒരു പ്രതിഭാസത്തെയാണ് ആളുകൾ കള്ളക്കടൽ എന്ന് പറയുന്നത്. എന്നാൽ തെക്കൻ തീരത്ത്, അതായത് ഈ ആലപ്പുഴ തീരത്തൊക്കെ ഈ കള്ളക്കടൽ പ്രതിഭാസം എന്ന് പറയുന്നത് കാര്യമായ തോതിൽ നാശം വിതയ്ക്കുന്നു എന്നതാണ്. സാധാരണ വേലിയേറ്റ സമയത്ത് കായലിലും കടലിലുമൊക്കെ തന്നെ ഇത്തരത്തിൽ തിരയേറ്റം ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ വേമ്പനാട്ട് കായലിന് തിരയടിച്ച് കയറി അരൂർ, പാണാവളി തുടങ്ങിയ മേഖലകളിൽ വീടുകളിൽ വെള്ളം കയറുന്ന സ്ഥിതിയുണ്ട്. അവിടെയൊക്കെ കൽക്കട്ട് കെട്ടി പ്രതിരോധിക്കണം എന്നുള്ളത് നാട്ടുകാരുടെ ദീർഘകാല ആവശ്യമാണ്. അതുപോലെ ഇവിടെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വളഞ്ഞവഴി തീരത്താണ്. വളഞ്ഞവഴിയിൽ ഇവിടെ വീടുകൾ ഉണ്ടായിരുന്ന സ്ഥലമാണ്. കഴിഞ്ഞ മാസമുണ്ടായ ഈ വേലിയേറ്റ സമയത്ത് തിരയടിയിലാണ് ഇവിടുത്തെ പല വീടുകളും തകർന്നത്. അത് അങ്ങോട്ട് നോക്കിയാൽ കാണാം, ടെട്രാപോഡുകളടക്കം ഈ തിരയടിയിൽ തകർന്ന് കടലിലേക്ക് വീണിരിക്കുകയാണ്. ഇനിയും നിരത്താനായി കുറച്ച് ടെട്രാപോഡുകൾ ഇവിടെ ഉണ്ട്. അതും കടലെടുക്കുമോ എന്ന ആശങ്കയാണ്. പല തീരദേശവാസികളും ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയിരിക്കുന്നു. ഇതിന്റെ എതിർദിശയിലേക്ക് നമ്മൾ നോക്കിയാൽ ഇവിടെ നേരത്തെ സമീപകാലത്ത് നിർമ്മിച്ച കെട്ടിടമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ തിരയടിയിലാണ് ഇത് തകർന്ന് ഈ നിലയിൽ കാണുന്നത്. ഇത്തരത്തിൽ വലിയ തോതിലുള്ള നാശനഷ്ടമാണ് ആലപ്പുഴ ജില്ലയുടെ തീരപ്രദേശങ്ങളിൽ ഈ കടലാക്രമണം മൂലം ഉണ്ടായിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ റോഡിൽ, തീരദേശ റോഡാണ്, കടലിനോട് ഏതാണ്ട് 5 മീറ്റർ അടുത്തൂടെ പോകുന്ന തീരദേശ റോഡിൽ മൊത്തം മണലടിച്ചു കയറി, കരിമണൽ നിക്ഷേപമുള്ള തീരമാണിത്. ആ കരിമണൽ നിക്ഷേപം അടിച്ചു കയറി റോഡിലൂടെ ചെറിയ വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. വലിയ ബസ്സോ ലോറിയോ ഒക്കെ വലിയ ബുദ്ധിമുട്ടിയാണെങ്കിലും കടന്നുപോകും. എന്നാൽ മറ്റു വാഹനങ്ങൾക്ക് പോകാൻ തീർത്തും തടസ്സമുണ്ടാകുന്ന സ്ഥിതിയാണ് അവിടെയുള്ളത്. ആ തീരത്തേക്ക് നമുക്ക് കുറച്ച് സമയത്തിനകം എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും കടലാക്രമണം, ഈ കള്ളക്കടൽ പ്രതിഭാസം ആലപ്പുഴയുടെ തീരങ്ങളിൽ വലിയ തോതിൽ നാശം വിതച്ചിരിക്കുന്നു. തീരദേശ ജനത ആശങ്കയിലാണ്. ഓക്കെ, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകുന്നത്. ഇപ്പോൾ ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ ഭാഗത്ത് റോഡിൽ കടൽ അതിക്രമിച്ച് കയറിയതുകൊണ്ട് ഇപ്പോൾ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നുവെന്നാണ് ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്.